ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ഹാപ്പിയാന്ന് വിശ്വസിക്കുന്നു. ഗായ്സ്, നമ്മളൊരു പച്ചടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ അതിന് ഒരുപാട് സപ്പോർട്ട് തന്നായിരുന്നു. അപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പച്ചടി എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് കൂടെ വേണ്ടതാണ് നമ്മുടെ കിച്ചടി എന്ന് പറയുന്നത്. അപ്പൊ കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് വെള്ളരിക്കയാണ്. അപ്പൊ നമുക്കൊരു വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കാന്ന് വിചാരിച്ചില്ലേ. കാരണം വേറെ ഒന്നുമല്ല, പച്ചടി ഉണ്ടെങ്കിൽ പിന്നെ കിച്ചടി എന്തായാലും വേണം. അപ്പൊ നമുക്ക് എന്തായാലും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ. നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസുകൾ വേണം നോക്കാം. അപ്പൊ ആദ്യം തന്നെ അരമുറി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് മുളക് എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കാന്താരി മുളക് ആട്ടി എടുത്തിരിക്കുന്നത് ഒരു നാടൻ സ്റ്റൈൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇത്രയും മുളക് നമുക്ക് വേണ്ട. നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് എടുക്കുക. അതുപോലെ തന്നെ ഇത് നമ്മൾ കടുക് തളിക്കാൻ വേണ്ടിയിട്ടാണ്. വറ്റൽമുളകും നമ്മുടെ ചെറിയുള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. പിന്നെ വേണ്ടതാണ് നമുക്ക് ഒരു 1/2 സ്പൂൺ നമ്മുടെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് പുളിയോട് കൂടി ഒരു തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു 1/2 ഗ്ലാസ് മതി കേട്ടോ നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടതാണ് നമ്മുടെ കടുക്, 1 സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ 4 തണ്ട് കരുവേപ്പില. അത് കടുക് പൊട്ടിക്കാനും പോലെ തന്നെ നമുക്ക് നമ്മൾ ഈ തേങ്ങ ഒക്കെ അരയ്ക്കില്ല, അപ്പൊ അതിന്റെ കൂടിയിട്ട് അരയ്ക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള വെള്ളരിക്ക. നമുക്ക് എന്തായാലും ഇതിന്റെ തോലൊക്കെ കളഞ്ഞ് നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം തോല് കളഞ്ഞിട്ട് അങ്ങ് തുടങ്ങാം. അപ്പൊ നല്ല തോലൊക്കെ ഒന്ന് കളയട്ടെ, വന്നിട്ട് കാണാം. അങ്ങനെ നമ്മുടെ കിച്ചടിക്കുള്ള വെള്ളരിക്കൊക്കെ നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൈസ്, ഞാൻ നേരത്തെ കാണിച്ച വെള്ളരിക്കിന്റെ ഈ ഒരു ഇത്രയും ഭാഗം ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്ര നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു, ബാക്കി ചെറിയൊരു പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളരിക്കൊക്കെ അരിഞ്ഞു കഴിഞ്ഞുകൊണ്ടിട്ട് നമുക്ക് ഇനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടാവാൻ വേണ്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാവട്ടെ ഒന്ന്. അപ്പൊ ഗൈസ്, നമുക്കിനി ഇത് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടില്ല. അപ്പൊ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച നമ്മുടെ വെള്ളരിക്കും അതുപോലെ തന്നെ ഒരു 6 കാന്താരി നടുകെ കീറിയതും ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിത് ചട്ടിലേക്ക് ഇട്ടേ. അപ്പൊ അതിന് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ ഞാൻ കാന്താരി മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കുക്കാവാൻ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്കിനി ഒന്ന് ഇളക്കിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് കുക്കാവട്ടെ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. വെള്ളവും ഉപ്പും എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പൊ ഇനി ഇത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പൊ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ വെള്ളരിക്കൊന്ന് നന്നായി കുക്കാവുന്ന ടൈമോട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരി, പച്ചമുളകിലും ഉണ്ടാക്കാം കേട്ടോ. ഞാനൊരു നാടൻ സ്റ്റൈലിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാന്താരി എടുത്തുന്നുള്ളൂ. പിന്നെ വേണ്ടതാണ് നമ്മുടെ ചെറിയ ജീരകം, പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടേ. കുറച്ച് കരിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ട് നരച്ചെടുക്കാം. അപ്പൊ നമ്മള് നേരത്തെ ഇട്ട സംഭവങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഒത്തിരി ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു മീഡിയം ലെവലിലൊന്ന് അരഞ്ഞാൽ മതി. അപ്പൊ ഇനി നമുക്ക് ഇടാനുള്ളതാണ് നമ്മുടെ കടുക് നമ്മൾ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങ് അരഞ്ഞു പോകും. അപ്പൊ ജസ്റ്റ് ഒന്ന് ക്രഷ് ആയാൽ മതി. അപ്പൊ നമുക്ക് ഈ ടൈമിൽ നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് വരാം. അപ്പൊ നമ്മളിവിടെ കടുക് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അരപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിപ്പോ നമ്മുടെ വെള്ളരിക്ക വേവാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതെന്താ അവസ്ഥ ഒന്ന് നോക്കാം. നമുക്ക് നല്ല ആവി വരുന്നുണ്ട് അല്ലേ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇപ്പോ നമുക്ക് നമ്മുടെ അരപ്പൊന്ന് ഇതിലേക്ക് ഇടാം. അരപ്പിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യട്ടെ. നമുക്ക് നന്നായിട്ട് ഇളക്കി എല്ലാവരുടെയും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മളിത് എല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കാരണം ഇതിന്റെ പച്ചമണം ഉണ്ടല്ലോ നമ്മുടെ അരപ്പിന്റെ, അപ്പൊ അതൊക്കെ ഒന്ന് മാറട്ടെ. നമുക്ക് ഇത് തുറന്നു നോക്കാം. നമ്മൾ അരപ്പൊക്കെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞു.
അത്യാവശ്യം കുക്ക് ആയിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം അല്ല, നന്നായിട്ട് തന്നെ കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈമിൽ ഫ്ലെയിമൊക്കെ നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ മോര് ആഡ് ചെയ്യാം. മോര് നമുക്ക് കുറച്ചായിട്ടൊന്ന് ഒഴിച്ചിട്ട് എന്താ അവസ്ഥ നോക്കാം. അതായത് പുളി കൂടുതലാണോ നമുക്ക് നോക്കിയിട്ട് വേണ്ടതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അപ്പൊ ഗൈസ് ഞാൻ അതിലേക്ക് ഫുള്ള് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ഹാഫ് മതിയായിരിക്കുന്നത്, പക്ഷെ ഹാഫ് അല്ല. നോക്കിയപ്പോൾ പുളിയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഫുള്ള് വേണം. അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് തൈര് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പച്ചടി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് തളിക്കാനേ ഉള്ളൂ. നമ്മൾ മോരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മോര് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ പുളിക്കും അതിനൊക്കെ അനുസരിച്ച് അത് ഒഴിച്ച് സെറ്റ് ആക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഗ്ലാസ് എടുത്തു കിട്ടോ, ഹാഫ് പറഞ്ഞെങ്കിലും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോര് ഒഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഫ്ലെയിം കൂടുതൽ കൂട്ടാനോ അതുപോലെ തന്നെ ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല. കാരണം നമ്മുടെ മോര് നന്നായിട്ട് പിരിഞ്ഞു പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ പാകം. പിന്നെ നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ടേ. അപ്പൊ നമുക്കിനി കടുക് തളിക്കാൻ വേണ്ടി നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചു. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ കേട്ടോ ഗൈസ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് നമ്മുടെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടാൻ വെളിച്ചെണ്ണ ചേർക്കാനാണ് നല്ലത്. അങ്ങനെ നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് വറ്റൽമുളക് ആഡ് ചെയ്യാം. നമുക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടാണ് അതൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കട്ടെ. അപ്പൊ നമ്മുടെ താളിപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെള്ളരിക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റം ആട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഓണത്തിന് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. അഭിപ്രായങ്ങളൊക്കെ കമന്റ് വഴി രേഖപ്പെടുത്തു. അപ്പൊ നമ്മൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നത്. ബൈ ബൈ, സീ യു.